ഒരു വർഷമൊക്കെ നടത്തിയ 2 രൂപയ്ക്ക് മുകളിൽ വിൽക്കും. 2 രൂപ അങ്ങനെയൊക്കെ. അപ്പൊ അതായത് പെരുന്നാളൊക്കെ നോക്കുമ്പോഴോ? പെരുന്നാള്, കൊച്ചു പെരുന്നാള്, വലിയ പെരുന്നാളൊക്കെയാണ്. ഓ ശരി. ഏറ്റവും കൂടുതൽ മോഹവിലയ്ക്ക് അത് ലക്ഷണങ്ങളാണ്, പോത്തിന്റെ ലക്ഷണങ്ങൾ. എനിക്ക് തോന്നുന്നു ആ ടൈപ്പ് നിങ്ങൾ പറഞ്ഞ വലിയ കുഴപ്പമില്ല. നിങ്ങൾ നോക്കിയെടുത്ത കുറെ നേരം നിന്ന് കറങ്ങുന്നുണ്ട്. ഞാൻ നോക്കിയെടുത്ത കുട്ടികളെ കുറെ പുള്ളിക്കാരൻ രാവിലെ തൊട്ട് ഇവിടെ നമ്മൾ വീട് എടുക്കുമ്പോൾ ഒരു പുള്ളിക്കാരനുണ്ട്, കുറെ നേരം നോക്കി കറക്കി എടുത്ത കുട്ടികളാണ്. ഇതൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു മോഹവല തന്നെ ചോദിക്കാൻ പറ്റിയ രീതിയിലുള്ള കുട്ടികളുണ്ട്. പോത്തിന്റെ ആരോഗ്യം ആദ്യം നോക്കും. അത് അയവിട്ടുന്നുണ്ടോ എന്ന് നോക്കും. രണ്ടാമത്തെ കാര്യം പുല്ല് തിന്നുന്നുണ്ടോ, അതൊന്ന് നടത്തി നോക്കും. പിന്നെ വലിയ മുറിവുകൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, പരിക്കെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. പിന്നെ അതിന്റെ തൊലി, ഇവിടെയുള്ള ഈ തൊലി കട്ടിയാണോ, കണ്ട ഇങ്ങനെ പിടിക്കുമ്പോ ഇങ്ങനെ വരും. പേപ്പർ കാനോ ഇത് കണ്ട, ഈ പോത്തിന്റെ കണ്ട, ഇതേപോലെ ഇങ്ങനെ പിടിച്ചു നോക്കും. ഈ പോത്ത് പിന്നെ ചെവി, കൊമ്പ്, ഇതൊരു ഏകദേശം ഒരു 8 മാസം അത്രയേ ഉള്ളൂ, പ്രായമുള്ളൂ. പക്ഷെ അത്യാവശ്യം 8 മാസം നല്ല തൂക്കം വരും. എനിക്ക് 150 കിലോ വരും. ഇത് എന്റെ ചെവി, പിന്നെ കൊമ്പ് ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ കുളമ്പ് നോക്കുന്നതാണ്. കുളമ്പ് നോക്കണം. പിന്നെ ഇതിന്റെ പല്ല് പൊഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ അത് പ്രായം കൂടുതലാണ്. ഇത് കൊച്ചു പോത്താണ്. കാലിപ്പൊക്കം, നെടുപ്പം ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ എന്നിട്ട് നിങ്ങൾ ഒരു 10 എണ്ണം തന്നെ വരുമ്പോ തന്നെ നിങ്ങൾ പിടിച്ച് മാറ്റും. മാറ്റി ഇട്ടില്ല നമ്മൾ അടുത്തത് വില ചോദിക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ടതിനെ വെച്ചിട്ട് വില പേശ. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 100-300 പോത്തുകുട്ടികൾ ഇവിടെ ഉണ്ട്. അപ്പോഴത്തേക്ക് ഇത് നമുക്ക് ഏത് വേണമെങ്കിലും നോക്കി ആരോഗ്യമുള്ളത് എടുക്കാൻ പറ്റും. ഏതിനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. നമുക്ക് വെക്കുന്ന വില അവരോട് വേണമെങ്കിൽ പറയാം. അതെ, നമ്മളെ വില നമ്മൾ പേശി വാങ്ങിക്കുക. അതാണ് നല്ലത്. നിങ്ങൾക്കിപ്പം സ്ഥിരമായിട്ട് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടിയാലേ നിങ്ങൾ ഈ ആഴ്ച നമുക്ക് നേട്ടമുള്ളതുകൊണ്ടാണ് നമ്മൾ വരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയും വന്ന് എടുക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ഇതിപ്പോ 2-3 പോത്തൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് വീട്ടിൽ നിൽക്കത്തക്ക ഇതേ ഉള്ളൂ. അതിന് വേണ്ടി ഒരു 1-2 മണിക്കൂർ നമ്മൾ ചിലവഴിക്കണം. അത് വന്നിട്ട് പെട്ടെന്ന് എടുത്തിട്ട് പോകുന്ന നടക്കില്ല. അതും നടക്കും. വന്ന് നമ്മൾ സെലക്ട് ചെയ്ത് പോകണം. എല്ലാം നോക്കി എടുത്തോണ്ട് പോയില്ല. അല്ല, എടുത്തോണ്ട് പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇതിപ്പോ 1-2 അല്ലല്ലോ, 100-300 എണ്ണം കിടക്കുകയല്ലേ. ആഴ്ചയിൽ 300 എണ്ണം വരെയാണ്. അപ്പൊ നോക്കിയെടുക്കാൻ പറ്റുമല്ലോ. പേടത്തിലെ കാട് പോവും. പിന്നെ അത്യാവശ്യം ചാണകം കിട്ടും. പിന്നെ ഒരു സ്ഥിര വരുമാനം. സ്ഥിര വരുമാനം. നമുക്ക് അതിന് 2 മണിക്കൂർ ഒരു ദിവസം അതിന് ചിലവഴിക്കേണ്ടി വരും. ഇപ്രാവശ്യം എടുത്ത പോത്തുകുട്ടികളാണ് ഈ കാണുന്നതെല്ലാം തന്നെ. പുള്ളിക്കാരൻ എടുത്ത കുട്ടികളുടെ ക്വാളിറ്റി അല്ലേ, നല്ല ബ്രീഡ് അല്ലേ, നല്ല കുട്ടിയാണ്. എല്ലാ ടൈപ്പും വരുന്നുണ്ട്. നമ്മൾ നോക്കിയെടുക്കണം.